ഓം ശാന്തി 10/4/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, തൻ്റെ ഉന്നതിക്കായി ദിവസവും ചാർട്ട് വയ്ക്കൂ. മുഴുവൻ ദിവസവും ചലനം എങ്ങനെയിരുന്നു എന്ന് ചെക്ക് ചെയ്യൂ. യജ്ഞത്തെ പ്രതി ഓണസ്റ്റ്, അതായത് വിശ്വസ്തനായിരുന്നു. ചെടികൾ വളർത്തുന്നതിൽ താൽപ്പര്യമുള്ളവർ ഒരു ചെടി നട്ടാൽ ദിവസവും അതിന് വെള്ളമൊഴിക്കും. അതിന് എത്ര വലിപ്പമുണ്ടായി, എത്ര വളർച്ചയായി എന്നത് നോക്കും. അതുപോലെ ബാബ പറയുന്നു, തൻ്റെ ഉന്നതിക്കായി നമ്മളും നമ്മളുടെ ആത്മീയ ഉയർച്ച എത്ര വരെയായി എന്നത് ദിവസവും ചെക്ക് ചെയ്യണം. അതായത് ചാർട്ട് വയ്ക്കണം. മുഴുവൻ ദിവസവും നമ്മുടെ ചലനം എങ്ങനെയായിരുന്നു എന്നത് പ്രത്യേകിച്ച് നോക്കണം. ആർക്കും ദുഃഖം കൊടുത്തില്ലല്ലോ, നമ്മുടെ പെരുമാറ്റം നന്നായിരുന്നുവോ, അതുപോലെ യജ്ഞസേവനം സ്നേഹത്തോടെ ചെയ്തോ, യജ്ഞത്തിനോട് വിശ്വസ്തരായിരുന്നോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ദിവസവും ചെക്ക് ചെയ്യണം. ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതിലൂടെ നാം ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അതും ദിവസവും ചെക്ക് ചെയ്യുന്നതിലൂടെ നിർത്താൻ സാധിക്കുന്നു. ഇല്ല, ചെക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഈ ചെറിയ ചെറിയ തെറ്റുകൾ പിന്നെ വലിയ വലിയ തെറ്റുകളായി മാറും. ചോദ്യം: ഏത് കുട്ടികളെ പ്രതിയാണ് ബാബയ്ക്ക് വളരെ ബഹുമാനമുള്ളത്? ആ ബഹുമാനത്തിൻ്റെ അടയാളം എന്താണ്? ഉത്തരം: ഏത് കുട്ടികളാണോ ബാബയോടൊപ്പം സത്യവും യജ്ഞത്തിനെ പ്രതി വിശ്വസ്തരുമായിരിക്കുന്നത്, ഒന്നും ഒളിപ്പിക്കാത്തത്, ആ കുട്ടികളെ പ്രതി ബാബയ്ക്ക് വളരെ ബഹുമാനമാണ്. ബഹുമാനമുള്ളത് കാരണം സ്നേഹം നൽകി ഉയർത്തുന്നു, സേവനത്തിന് അയക്കുന്നു. കുട്ടികൾക്ക് സത്യം കേൾപ്പിച്ച് ശ്രീമത്ത് എടുക്കുവാനുള്ള ബുദ്ധിയുണ്ടായിരിക്കണം. ബാബയ്ക്ക് കുട്ടികളിൽ ഏത് കുട്ടികളോടാണ് ബഹുമാനമുള്ളത്? ബാബ പറയുന്നു, ഏത് കുട്ടികളാണോ ബാബയോട് സത്യമായിരിക്കുന്നത്, യജ്ഞത്തെക്കുറിച്ച് വിശ്വസ്തതയുള്ളത്, ബാബയിൽ നിന്ന് ഒരിക്കലും ഒന്നും ഒളിച്ചു വയ്ക്കാത്തത്, അങ്ങനെയുള്ള കുട്ടികളെ പ്രതി ബാബയ്ക്ക് വളരെ ബഹുമാനമുണ്ട്. ബാബയോട് സത്യമായിരിക്കണം. എന്താണോ ഉള്ളിലുള്ളത് അത് ബാബയോട് സത്യമായി പറയണം. അങ്ങനെ പറയുന്നതിലൂടെ ബാബയിൽ നിന്ന് സത്യതയ്ക്കുള്ള റിട്ടേണായി ആ ഒരു സ്ഥിതിയിൽ നിന്ന്, ആ ഒരു കാര്യത്തിൽ നിന്ന് ഉയരുന്നതിനുള്ള ശക്തി ലഭിക്കുന്നു. ഈ യജ്ഞം ബാബ സ്ഥാപിച്ചതാണ്. ഈ യജ്ഞത്തിൻ്റെ ഉത്തരവാദിത്വമാണ് വിശ്വപരിവർത്തനം. നമ്മൾ ഓരോരുത്തരും ഈ യജ്ഞത്തിലുള്ള യജ്ഞസേവകരായ ബ്രാഹ്മണാത്മാക്കളാണ്. നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ യജ്ഞത്തിനോട് വിശ്വസ്തയോടെ ഇരിക്കുക എന്നത്. ഏറ്റവും ആദ്യത്തെ വിശ്വസ്തത എന്നത് നാം പവിത്രമായിരിക്കണം എന്നത് തന്നെയാണ്. കാരണം യജ്ഞത്തെ സംരക്ഷിക്കുന്നത് പവിത്രമായ ബ്രാഹ്മണർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇതുകൂടാതെ ബാബയോട് ഒന്നും ഒരിക്കലും ഒളിപ്പിച്ചു വെക്കരുത്. ഏതാണോ, എന്താണോ, എങ്ങനെയാണോ അത് ബാബയോട് തീർച്ചയായും പറയണം. ആരാണോ ഇങ്ങനെയുള്ള കുട്ടികൾ, അവരോട് ബാബയ്ക്ക് വളരെ ബഹുമാനമാണ്. ബഹുമാനമുള്ളത് കാരണം അവർക്ക് കൂടുതൽ സ്നേഹം നൽകുന്നു, മുത്തം നൽകി അവരെ ഉയർത്തുന്നു. അവർക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു, സേവനത്തിന് അയക്കുന്നു. നാം മനസ്സിലാക്കണം, എന്താണോ, എങ്ങനെയാണോ, എപ്രകാരമാണോ, ഏതൊന്നാണോ എല്ലാം ബാബയോട് സത്യമായി കേൾപ്പിക്കണം. അപ്പോൾ ബാബ നമ്മൾക്ക് മംഗളകാരിയായിട്ടുള്ള ശ്രീമതം നൽകും. ആ ശ്രീമതം എടുത്ത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള വിവേകം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഗീതം: സഭയിൽ ദീപം ജ്വലിച്ചുയർന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. അന്തർമുഖിയായി ശരീരത്തിൻ്റെ ബോധത്തിൽ നിന്ന് ഉപരിയായിരിക്കുന്നത് അഭ്യസിക്കണം. ആഹാരരീതി:
ചലനവും പെരുമാറ്റവും എല്ലാം നന്നാക്കിയെടുക്കണം. സ്വയം സന്തോഷിപ്പിച്ച് അശ്രദ്ധരാകരുത്. 2. വളരെ ഉയർന്ന കയറ്റമാണ്. ഇതിനാൽ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. ഏത് കർമ്മവും സൂക്ഷിച്ച് ചെയ്യണം. അഹങ്കാരത്തിൽ വരരുത്. തലതിരിഞ്ഞ കർമ്മം ചെയ്ത് ശിക്ഷകൾ ഉണ്ടാക്കിയെടുക്കരുത്. ദൃഢപ്രതിജ്ഞ എടുക്കണം. നമ്മൾക്ക് ഈ ലക്ഷ്മി നാരായണനെ പോലെ ആകുക തന്നെ വേണം എന്ന്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നാം അന്തർമുഖിയായി അശരീരിയാകുന്നത് അഭ്യസിക്കണം. എത്ര നാം അശരീരിയാകുന്നത് പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രയും നമ്മുടെ ആഹാര രീതിയിലും ചലനത്തിലും പെരുമാറ്റത്തിലും മാറ്റം ഉണ്ടായിരിക്കും. ഈ മാറ്റം മറ്റുള്ളവർക്കും അനുഭവപ്പെടണം. ഞാൻ നല്ല പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിച്ച് സ്വയം സന്തോഷിച്ചാൽ മാത്രം പോരാ. അശ്രദ്ധരാകരുത്. 2ാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഇത് വളരെ ഉയർന്ന കയറ്റമാണ്. ഒരു ജന്മം കൊണ്ട് മുഴുവൻ 84 ജന്മത്തെ സമ്പാദ്യം ശേഖരിക്കുകയാണ്. 63 ജന്മത്തിലെ പാപത്തിൻ്റെ കണക്ക് തീർക്കേണ്ടതുമാണ്. വളരെ ഉയർന്ന കയറ്റമാണ്. അതിനാൽ കയറുന്നതിൽ അത്രയും ശ്രദ്ധയും കൊടുക്കണം. ഏത് കർമ്മവും വളരെ സൂക്ഷിച്ച് ചെയ്യണം. ഒരിക്കലും സ്വയം തന്നിൽ അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാൽ നമ്മളിൽ നിന്ന് തെറ്റായ കർമ്മം ഉണ്ടാകുന്നു. തെറ്റ് സംഭവിച്ചാൽ അതിൽ തീർച്ചയായും ശിക്ഷയും അടങ്ങിയിട്ടുണ്ട്. നാം ദൃഢപ്രതിജ്ഞ എടുക്കണം, നമുക്ക് ലക്ഷ്മി നാരായണനെ പോലെ ആകണം എന്ന്. വരദാനം: ആത്മീയതയുടെ ശ്രേഷ്ഠസ്ഥിതിയിലൂടെ അന്തരീക്ഷത്തെ ആത്മീയമാക്കി മാറ്റുന്ന സഹജ പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ആത്മീയതയുടെ സ്ഥിതിയിലൂടെ തൻ്റെ സേവാകേന്ദ്രത്തിൻ്റെ വാതാവരണം ആത്മീയമാക്കി മാറ്റൂ. ഇതിലൂടെ സ്വയവും വരുന്ന ആത്മാക്കൾക്കും സഹജമായി ഉന്നതി സാധ്യമാകും. കാരണം ആര് പുറമേന്നുള്ള വാതാവരണം കൊണ്ട് തളർന്നിരുന്ന് വരുന്നുവോ അവർക്ക് എക്സ്ട്രാ സഹയോഗം ആവശ്യമാണ്. ഇതിനാൽ അവർക്ക് ആത്മീയ വായുമണ്ഡലത്തിൻ്റെ സഹയോഗം നൽകണം. സഹജ പുരുഷാർത്ഥിയാകൂ, ആക്കൂ. വരുന്ന ഓരോ ആത്മാവും അനുഭവം ചെയ്യണം, ഈ സ്ഥാനം സഹജമായി ഉന്നതി പ്രാപ്തമാക്കാനുള്ളതാണ് എന്ന്. ബാബ പറയുന്നു, നമ്മൾ സഹജ പുരുഷാർത്ഥി ആകണം, മറ്റുള്ളവരെയും ആക്കണം. എത്രത്തോളം സഹജ പുരുഷാർത്ഥി ആകുന്നുവോ, ആത്മീയതയിൽ സ്ഥിതി ചെയ്യുന്നുവോ, അത്രയും സേവാകേന്ദ്രത്തിൻ്റെ വാതാവരണവും ആത്മീയമായി തീരുന്നു. ഇതിലൂടെ സ്വയത്തിൻ്റെയും വരുന്നവരുടെയും ഉന്നതി സഹജമാകുന്നു. ബാഹ്യ ലോകത്തിൻ്റെ വാതാവരണത്തിൽ എല്ലാവരും തളർന്നിരിക്കുകയാണ്. അവർക്ക് സഹയോഗം ആവശ്യമാണ്. അതിനാൽ ആത്മീയ അന്തരീക്ഷത്തിൻ്റെ സഹയോഗം കൊടുക്കണം. മറ്റുള്ളവർക്കും അനുഭവപ്പെടണം, ഈ സ്ഥാനത്ത് സഹജമായി ഉന്നതി പ്രാപ്തമാക്കാൻ സാധിക്കും എന്നത്. സ്ലോഗൻ: വരദാനിയായി ശുഭഭാവന ശുഭകാമനയുടെ വരദാനം നൽകിക്കൊണ്ടിരിക്കൂ. ഓം ശാന്തി.